ബഹുമാന്യനായ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിൻ്റെ, ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ, വെൽഫെയർ പാർട്ടി കേരളയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് സാഹിബ്, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി ജസീല KP, വെൽഫെയർ പാർട്ടി പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ പ്രസിഡന്റ് ഭന്ന മുതുവല്ലൂർ, വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപ്പറമ്പ്, വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം സെക്രട്ടറി മുക്കീമുദ്ദീൻ CH തുടങ്ങി വെൽഫെയർ പാർട്ടിയുടെയും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, ഏവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ വളരെ ഊഷ്മളമായ സാഹോദര്യ വിപ്ലവാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭവുമായി കടന്നു വരുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ എല്ലാ കൊല്ലവും SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ, അതുപോലെ തന്നെ മലബാർ ജില്ലകളിൽ നടക്കാറുള്ള സ്ഥിരം പരിപാടിയുണ്ട്. അത് SSLC കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ +1 സീറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ്. അങ്ങനെ കൊല്ലാകൊല്ലം +1 വേണ്ടി സമരം നടത്തുന്ന ഒരു കൂട്ടരായിട്ട് മലപ്പുറത്തെയും മലബാറിലെയും ജനത അങ്ങനെ കാലാകാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭ്യമാക്കണം. അഥവാ SSLCയിൽ ഉന്നത വിജയത്തോടുകൂടി വിജയിച്ചിട്ടും 30,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് മലപ്പുറത്ത് ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ തുടർ പഠനത്തിന് അവസരമില്ല എന്ന് പറയുന്ന വിഷയത്തെ ഉയർത്തിക്കൊണ്ട് ചരിത്രത്തിലെ മലയാളി മെമ്മോറിയലിനെയും കേരള മെമ്മോറിയലിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് മലപ്പുറം മെമ്മോറിയൽ സമരവുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ കേരളത്തിൽ ഇവിടെ 6,000-ഓളം വരുന്ന സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ, അങ്ങനെ ഇവിടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് തന്നെ 7,000-ലധികം വരുന്ന സീറ്റുകൾ ഈ മലപ്പുറത്തേക്ക് അനുവദിപ്പിച്ച, അങ്ങനെ സർക്കാരിനെ മുട്ടുകുത്തിച്ച ഒരു സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ്. പറഞ്ഞു വന്നത്, അങ്ങനെ മലപ്പുറം ജില്ലയിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിശോധിക്കുമ്പോൾ മലപ്പുറം പിന്നോക്കമാണ്. എന്നാൽ ഇത് +1 സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. മലപ്പുറം ജില്ലയിലെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും, അത് വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യരംഗമായാലും ഗതാഗത രംഗമായാലും അങ്ങനെ വ്യാവസായിക മറ്റു ഏത് രംഗങ്ങളായാലും അവിടങ്ങളിലെല്ലാം മലപ്പുറം ജില്ല ഭീകരമായ വിവേചനങ്ങൾക്ക് ഇരയായിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന്, പതിറ്റാണ്ടുകളായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് കണക്കുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്
വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മലപ്പുറം ജില്ല വിവേചനത്തിന് ഇരയായത് എന്ന് ചോദിച്ചാൽ, മലപ്പുറത്തിനും മലബാറിനും സവിശേഷമായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട്. അത് ഇവിടെ കൊളോണിയൽ ശക്തികൾ ഇവിടെ അടക്കി ഭരിക്കാൻ വേണ്ടി വന്നപ്പോ അതിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യാതെ ആ കൊളോണിയൽ ശക്തികളോടും ഇവിടെ ഉണ്ടായിരുന്ന സവർണ ജാതീയ സവർണ ജന്മിത്ത ശക്തികളോടും ഒരു തരത്തിലും വിധേയപ്പെടാതെ പോരാട്ടം നയിച്ച ഒരു പാരമ്പര്യം ഈ മലബാറിനും ഈ മലപ്പുറത്തിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മലബാറും മലപ്പുറവും ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളോടും അതുപോലെ തന്നെ ഇവിടെ അധികാരം വാണിരുന്ന ഇവിടുത്തെ സവർണ ജാതീയതക്കുമെതിരെ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ അവർ ഇവിടെ മലബാറുകാരോട് മലപ്പുറത്തുകാരോട് അവർക്ക് നൽകേണ്ട ന്യായമായ അവകാശങ്ങളും അവർക്ക് കിട്ടേണ്ട അർഹമായ പ്രാതിനിധ്യവും അവർക്ക് കിട്ടേണ്ട അർഹമായ വികസനവും ഒക്കെ ഒരു കാലത്ത് തടയപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ 1947 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം മലബാർ വലിയ പോരാട്ടങ്ങൾ നയിച്ചിട്ടുള്ള, ഒരുപാട് രക്തസാക്ഷികളെ സംഭാവന ചെയ്തിട്ടുള്ള, ഒരുപാട് വലിയ ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള, 1921 വലിയ പോരാട്ടങ്ങൾ കേരളത്തിന്റെ സാമൂഹിക രൂപീകരണത്തിൽ തന്നെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ മലപ്പുറത്തെയും മലബാറിനെയും സവിശേഷമായി ഇവിടെ മാറി മാറി ഭരിച്ച ഇടത് വലത് ശക്തികൾ നമ്മെ പരിഗണിക്കണമായിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഭീകരമായ വിവേചനത്തിനാണ്, ഭീകരമായ ഭരണകൂട വിവേചനത്തിനാണ് മലപ്പുറത്തെയും മലബാറിനെയും ഇരയാക്കിയത് എന്ന് നമുക്ക് കഴിഞ്ഞകാല യാഥാർത്ഥ്യങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞു വന്നത്, എല്ലാ മേഖലയിലും വളരെ ക്രൂരമായ വിവേചനങ്ങൾക്ക് സവിശേഷമായി പരിഗണിക്കപ്പെടേണ്ടടുത്ത് വലിയ വിവേചനങ്ങൾക്കാണ് മലപ്പുറം ജില്ല ഇരയായത് എന്ന് കഴിഞ്ഞകാല മലപ്പുറം ജില്ലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. കേരളത്തിലെ 14 ജില്ലകളെയും പരിശോധിച്ച് നോക്കുമ്പോൾ 13 ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാകുമ്പോൾ മലപ്പുറം ജില്ലയിൽ മാത്രം എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത ഒരു ജില്ലയാണ് മലപ്പുറം. മലപ്പുറത്തെ കുട്ടികൾ എഞ്ചിനീയറിംഗ് എൻട്രൻസിലൊക്കെ വലിയ റാങ്ക് നേടുന്ന ഒരുപാട് കുട്ടികളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ജില്ല ചിലപ്പോൾ മലപ്പുറം ജില്ലയായിരിക്കും. എന്നാൽ മലപ്പുറം ജില്ലയിൽ നാളിതുവരെയായിട്ട് ഇവിടെ മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും നമുക്കൊരു ഗവൺമെന്റ് മേഖലയിലോ എയ്ഡഡ് മേഖലയിലോ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഓരോ സൗകര്യങ്ങളും, നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും പരിശോധിച്ചു നോക്കുക. ഒന്നാം UPA സർക്കാരിന്റെ സമയത്ത്, മൻമോഹൻ സിംഗ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദലിതുകളെക്കാളും ആദിവാസികളെക്കാളും അഥവാ SC/ST വിഭാഗങ്ങളെക്കാൾ പിന്നോക്കമാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് വരികയാണ്. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിൽ അഥവാ ന്യൂനപക്ഷങ്ങൾ തിങ്ങിത്താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ അലിഗഡ് ഓഫ് ക്യാമ്പസും ഇഫ്ലു ഓഫ് ക്യാമ്പസും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. എന്നാൽ ഇഫ്ലു ക്യാമ്പസ് അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മലപ്പുറത്തെ ഏതോ ഒരു പീഡിയ മുറിയിൽ അങ്ങനെ ഇഫ്ലു ക്യാമ്പസ് തുടങ്ങുകയും അവിടെ തന്നെ ഒടുങ്ങുകയും ചെയ്തു. ആരാണ് അതിന് ഉത്തരവാദി? അതുപോലെ തന്നെ ഇന്ന് അലിഗഡ് ഓഫ് ക്യാമ്പസ്, അന്ന് മലപ്പുറത്തെ ജനത 343 ഏക്കർ ഭൂമി അലിഗഡ് ഓഫ് ക്യാമ്പസിന് വേണ്ടിയിട്ട് മലപ്പുറത്തെ ജനത അലിഗഡ് ഓഫ് ക്യാമ്പസിന് വേണ്ടിയിട്ട് നൽകി.
5000-ഓളം വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അലിഗഡ് ഓഫ് ക്യാമ്പസ് വരുന്നത്. എന്നാൽ നിലവിൽ ഒരു പാരലൽ കോളേജിന്റെ സൗകര്യത്തോടു കൂടിയാണ്, അത്രയും കുറഞ്ഞ വിദ്യാർത്ഥികളോടുകൂടിയാണ് 3 കോഴ്സ് പഠിപ്പിക്കപ്പെടുന്ന വെറും 500-ന് താഴെ മാത്രം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അലിഗഡ് ഓഫ് ക്യാമ്പസ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പറയുന്നു, അലിഗഡ് ഓഫ് ക്യാമ്പസിൽ പുതിയ കോഴ്സുകൾ അനുവദിച്ചുകൊണ്ട് വിശാലമാക്കണം. അവിടെ 5000-ഓളം വരുന്ന കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ മലപ്പുറത്തിന് ഇനിയും ഈ വിവേചനങ്ങൾ പേറാൻ അനുവദിക്കുകയില്ല. മലപ്പുറത്ത് ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊണ്ടുവരണം. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള 8 ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങളിൽ പെട്ടതാണ്, നിങ്ങൾ ഒരിക്കലും ഒരു പ്രദേശത്തിന്റെയോ ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ വേഷത്തിന്റെയോ ഭാഷയുടെയോ പേരിൽ നിങ്ങൾ ഒരിക്കലും ഒരു വിവേചനത്തിനും ഇരയാകുകയില്ല എന്ന് ഭരണഘടന നമ്മുടെ മൗലികാവകാശമായിട്ട് എഴുതി വെച്ചിട്ട് ആ ഭരണഘടന സ്ഥാപിതമായി 75 വർഷം പൂർത്തിയായിട്ടും മലപ്പുറത്തുകാരാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് വിവേചനം അനുഭവിക്കുന്ന ഒരു ജനതയായി 55 വർഷം പൂർത്തിയായി. മലപ്പുറം ജില്ല പിറന്നിട്ട് 55 വർഷം പൂർത്തിയായിട്ടും മലപ്പുറത്തിന് ലഭിക്കേണ്ട അർഹമായ പങ്ക് ഈ 55 വർഷമായിട്ടും ഇവിടത്തെ മാറി മാറി ഭരിച്ച CPM-നോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഈ മലപ്പുറത്തിന് അർഹമായ പങ്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ചരിത്രപരമായ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്ന അവകാശ പോരാട്ട സമരത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് വീണ്ടും ഒരു നിവർത്തന പ്രക്ഷോഭത്തിന്, മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇടതു സർക്കാരിനെ മുട്ടുകുത്തിച്ചുകൊണ്ട് 10,000-ഓളം വരുന്ന സീറ്റുകൾ മലബാറിലെയും മലപ്പുറത്തെയും വിദ്യാർത്ഥികൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുംകാല പോരാട്ടങ്ങളിലൂടെ ഈ മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തിലൂടെ മലപ്പുറം ജില്ല 55 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വികസന വിവേചനത്തിനെതിരായ പോരാട്ടം അത് ഞങ്ങൾ തുടർന്നുകൊണ്ട് അതിന്റെ വിജയം വരെ ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ വളരെ ഊഷ്മളമായ വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മെ അഭിസംബോധന ചെയ്യുന്ന ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷഫീഖ് സാഹിബ്, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മെ അഭിമുഖീകരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, FITU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കാതറങ്ങാടിപ്പുറം, അതുപോലെ വുമൺ ജസ്റ്റിസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ജസീല KP, പ്രവാസി വെൽഫെയർ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബന്ന മുതുവല്ലൂർ, വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് നോക്കരപ്പറമ്പ്, അതുപോലെ തന്നെ ജാഥാ നായകനായിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ പേര് പരാമർശിക്കാത്ത ഒരുപാട് നേതാക്കൾ സ്റ്റേജിലുണ്ട്, അവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സമരം പ്രക്ഷോഭം നയിച്ചെത്തിയിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും അതുപോലെ തന്നെ ഇവിടെ സ്വീകരിച്ചിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെയും സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഏവർക്കും വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.